നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കാശ്മീർ ഇപ്പോൾ സമാധാനത്തിലേക്ക് മടങ്ങുന്നു. അഗ്നിവീർ പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ സുരക്ഷ. പ്രധാനമന്ത്രി. കാർഗിൽ സ്മരണയിൽ രാജ്യം. ദ്രസയിലെ യുദ്ധസ്മാരകത്തിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർ അമരത്വം നേടിയവരെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഓരോ സൈനികന്റെയും ത്യാഗം സ്മരിക്കുന്നെന്ന് പ്രധാനമന്ത്രി. ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സുതാര്യതയ്ക്ക് വേണ്ടി. കൻവാർ യാത്രയിൽ UP സർക്കാർ. കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ UP സർക്കാരിന്റെ സത്യവാങ്മൂലം. സുതാര്യതയ്ക്ക് വേണ്ടിയാണ് കൻവാർ യാത്ര വഴിയിലെ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് യോഗി സർക്കാരിന്റെ വാദം. ഭക്ഷണകാര്യത്തിൽ വിശ്വാസികൾ കബളിക്കപ്പെടാതിരിക്കാനാണ് ഉത്തരവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഉദ്ഘാടനം സ്റ്റേഡിയത്തിലല്ല, നദിയിൽ. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. കായിക ലോകത്തിന്റെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. 206 രാജ്യങ്ങളിൽ നിന്നായി 10,500 കായിക താരങ്ങൾ രണ്ടാഴ്ചക്കാലം കായിക ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകും. 117 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘവും അവരിലുണ്ടാകും. PV സിന്ധുവും ശരത് കമാലുമാണ് ഇന്ത്യൻ പതാക വാഹകരാകുന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ വിശദാംശങ്ങളോ ദീപശിഖ തെളിയിക്കുന്നത് ആരാണെന്നോ ഇപ്പോഴും സസ്പെൻസായി നിലനിർത്തിയിരിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ അവധിക്ക് നാട്ടിലെത്തി കൊള്ളസംഘമുണ്ടാക്കി. ഹൈവേ കേന്ദ്രീകരിച്ച പ്രവർത്തനം ഒടുവിൽ പിടിയിൽ. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീറായി സേവനമനുഷ്ഠിക്കുന്ന യുവാവ് ഹൈവേ കൊള്ളസംഘത്തിന്റെ തലവൻ. പഞ്ചാബിലെ മൊഹാലിയിലാണ് ഇന്ത്യൻ സേനാംഗമായ ഇഷ്മിത് സിംഗിനെ ആയുധങ്ങൾ സഹിതം പഞ്ചാബ് പോലീസ് പിടികൂടിയത്. 2022 നവംബറിൽ അഗ്നിവീറായി സൈന്യത്തിൽ ചേർന്ന ഇയാൾ അവധിക്ക് നാട്ടിലെത്തിയ ശേഷമാണ് കൊള്ളസംഘത്തിന് രൂപം കൊടുത്തത്. അവധി കഴിഞ്ഞ ശേഷവും തിരികെ പോകാതെ കൊള്ള തുടരുകയായിരുന്നു.
മത്സരിക്കാൻ എതിരാളികളില്ല. 70% സീറ്റിലും BJPക്ക് ജയം. ത്രിപുരയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അനായാസ ജയത്തിലേക്ക്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 70% സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് 606 ഗ്രാമപഞ്ചായത്തുകളിലായി 6370 സീറ്റുകളും 35 പഞ്ചായത്ത് സമിതികളിലായി 423 സീറ്റുകളിലും 8 ജില്ലാ പഞ്ചായത്തുകളിലുമായി 116 സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 19.94 കോടി രൂപയുമായി യുവതി മുങ്ങി. പണം തട്ടിയത് വ്യാജ ലോണുകളുണ്ടാക്കി. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 19.94 കോടി രൂപയുമായി യുവതി മുങ്ങിയെന്ന് പരാതി. വലപ്പാട് മനപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത്. 18 വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്ന ധന്യ മോഹൻ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വലപ്പാട്ട് CAയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 എണ്ണം വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. അർജുന്റെ ലോറി കണ്ടെത്താൻ ഗംഗാവാലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കും. കാർവാർ MLA. അർജുന്റെ ലോറി കണ്ടെത്താൻ ഗംഗാവാലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞു. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് തോണികൾ എത്തിച്ചു കഴിഞ്ഞു. ചായക്കട നിലനിന്നിരുന്ന സ്ഥലവും തൊട്ടടുത്ത വീടിന്റെ അവശിഷ്ടങ്ങളും പരിശോധിച്ച് നടപടികൾ തുടരുമെന്നും MLA പറഞ്ഞു. ഷിരൂരിൽ തെരച്ചിലിന് പ്ലാൻ B. മത്സ്യബന്ധന വള്ളങ്ങൾ ഷിരൂരിലെത്തി. അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ ഇന്നും ശ്രമം തുടരുകയാണ്. കനത്ത മഴയും ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും ദൌത്യത്തിന് വെല്ലുവിളിയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡൈവർമാർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയൂ. കനത്ത മഴയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട. മുംബൈ പോലീസിന്റെ നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ മഴ തുടരുന്നു. അടുത്ത ദിവസങ്ങളിലും മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തുടർന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജൂലൈ 26, 27 തീയതികളിൽ മധ്യ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും കൊങ്കൺ മേഖലയിലും സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുംബൈയിലും പൂനെയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ആളുകൾ കഴിയുന്നതും വീട്ടിലിരിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും മുംബൈ പോലീസ് അഭ്യർത്ഥിച്ചു. അതേസമയം സ്കൂളുകൾ വെള്ളിയാഴ്ച പ്രവർത്തിക്കുമെന്ന് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.